പരമാവധി തെളിവ് ശേഖരണം ഇപ്പോൾ SIT ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, നമ്മൾ ആവർത്തിച്ച് പറയുന്ന പോലെ വെറുതെ ഒരു അറസ്റ്റല്ല ഇനി നടക്കാൻ പോകുന്നതും, വെറുതെ ഒരു അറസ്റ്റ് ആകില്ല. കൃത്യമായിട്ടുള്ള തെളിവുകൾ ആദ്യഘട്ടം മുതൽ ശേഖരിച്ചു. അതിനടിസ്ഥാനപ്പെടുത്തി മൊഴികളടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടാണ് വലിയ വലിയ അറസ്റ്റിലേക്ക് SIT കടക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 8:30 നമ്മൾ 8 മണിക്ക് മുൻപുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അതായത് പത്മകുമാറിന്റെ ആ ആസ്തി വിവരങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധന, അന്വേഷണം അത് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ചില ഭൂമി ഇടപാടുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് പത്മകുമാർ നടത്തിയിരുന്ന വ്യാപാര സ്ഥാപനത്തിലെ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ കാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു എന്നുള്ള വിവരം ഇപ്പോൾ SIT പറയുന്നത്. വീട്ടിൽ നടന്ന റെയ്ഡിലായിരുന്നു ആ പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിൽ പരിശോധന നടക്കുന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും രേഖകളും പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ വ്യാപാര സ്ഥാപന നടത്തിപ്പ്, മാത്രമല്ല ഈ ആറന്മുള കേന്ദ്രീകരിച്ച് അദ്ദേഹം വാങ്ങിയ ചില കടകൾ, ആ കടകളുടെ റിനോവേഷൻ അതെങ്ങനെ നടപ്പാക്കി, ചില ഭൂമി ഇടപാടുകൾ, പത്തനംതിട്ട ടൗണിലടക്കം ഉണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ SIT നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സാമ്പത്തിക അന്വേഷണം നടത്താനുള്ള പ്രധാന കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അസ്വാഭാവികമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്നുള്ള കാര്യം SIT സംശയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ച പണമാണോ ഇത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. 2019 മുമ്പും ശേഷവുമുള്ള ഭൂമി പ്രമാണങ്ങളും വീട്ടിൽ നിന്ന് SIT ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. മാത്രമല്ല, ഈ പാസ്പോർട്ട് പിടിച്ചെടുത്ത അടക്കമുള്ള കാര്യങ്ങൾ അത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതരത്തിലുള്ള വിദേശയാത്രകൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ SIT സ്ഥിരീകരിച്ചതാണ്. ആ യാത്രകളിൽ ഏതെങ്കിലും ഒന്നിൽ പത്മകുമാറും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകനായിരുന്നുവെന്നും സന്നിധാനത്തെ പത്മകുമാറിന്റെ മുറിയിലടക്കം ആ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് SIT സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ കൂടി പരിശോധിക്കുകയാണ് SIT. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് ഈ വിവാദത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടതാണ് നടൻ ജയറാം അറിയാതെ ഇക്കാര്യത്തിൽ പെട്ടുപോയൊരു കാര്യം. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ സാക്ഷിയാക്കാനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇടപെട്ടത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി, ശബരിമല എന്ന് പറയപ്പെടുന്ന താൻ അയ്യപ്പ വിശ്വാസിയാണെന്നൊക്കെ അന്ന് ജയറാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് SIT. ഏതായാലും ഇനി മറ്റു ചില നിർണായകമായ നീക്കങ്ങളിലേക്ക് നാളെ SIT കടക്കും. പ്രത്യേകിച്ച് പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി അവരെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണം. അതൊരു പക്ഷേ നാളെ ഉണ്ടായേക്കും. അതിനുശേഷം അവരുടെ കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ SIT ഉടൻ കോടതിയെ സമീപിക്കുകയും ചെയ്യും.